ഗ്ലോമസ് ട്യൂമേഴ്സ് ഒരുപക്ഷെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഗ്ലോമസ്. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇതൊരു ആക്സെപ്റ്റഡ് ടെർമിനോളജി ആയിരുന്നു. എന്നാൽ ഈ ഒരു അസുഖത്തിൻ്റെ പുതിയ പേരാണ് പാരാഗാംഗ്ലിയോമ. ഇത് നമ്മുടെ എൻറ്റയർ ബോഡിയിൽ പല ലൊക്കേഷൻസിൽ വരാൻ പറ്റുന്ന ഒരു ട്യൂമറാണ്. ഒരു ബിനൈൻ ട്യൂമറാണ്, അതായത് നോൺ ക്യാൻസറസ് ട്യൂമറാണ്. എന്നാൽ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ENT ഹെഡ് ആൻഡ് നെക്ക് റീജിയൻസിലുള്ള ഗ്ലോമസ് ട്യൂമേഴ്സിനെ കുറിച്ചാണ്. ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചെവിയുടെ അകത്തുള്ള ഗ്ലോമസ് അഥവാ പാരാഗാംഗ്ലിയോമയെ കുറിച്ചാണ്. അത് രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് ടിംപാനിക് പാരാഗാംഗ്ലിയോമ, അല്ലെങ്കിൽ ഗ്ലോമസ് ടിംപാനിക്കം എന്ന് നേരത്തെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ടിംപാനിക് പാരാഗാംഗ്ലിയോമ. ഇത് വളരെ ചെറുതായിട്ടുള്ളൊരു ട്യൂമറാണ്. ഇത് നമ്മുടെ മിഡിൽ ഇയർ അല്ലെങ്കിൽ ഇയർ കനാലിലോട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ വരാം. അപ്പോൾ യൂഷ്വലി ഇത് കൺഫൈൻഡ്, ഇതാ പറഞ്ഞ പോലെ ചെറിയ സ്പേസിൽ മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ളൊരു പെത്തോളജിയാണ്. ഗ്ലോമസ് അല്ലെങ്കിൽ പാരാഗാംഗ്ലിയോമാസ് എന്നുള്ളൊരു ട്യൂമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു വാസ്കുലാരിറ്റി, അതായത് ബ്ലഡ് ഫ്ലോ ഭയങ്കര അധികമാണ്. അപ്പോൾ ഇത് വാസ്കുലർ ട്യൂമേഴ്സാണ്. അപ്പോൾ ഇത് തൊട്ടാൽ തന്നെ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് ആകെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിംറ്റം എന്ന് വെച്ചാൽ ചെവിയുടെ അകത്ത് മൂളൽ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഈ ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പൾസറ്റൈൽ ടിനിറ്റസ് എന്ന് പറയും. അതായത് നെഞ്ചിടിപ്പിനോട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ബീറ്റ്സ് ചെവിടാത്ത് കേൾക്കുക, ഇടിപ്പ് മാതിരി ചെവിടാത്ത് കേൾക്കുക എന്നുള്ളതാണ് കോമൺ പ്രസൻറ്റേഷൻ. അതിന് പുറമെ പേഷ്യൻറ്റിന് കേൾവി കുറവായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ ചെവിയിൽ കാണുന്ന ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബിനൈൻ ട്യൂമർ, ടിംപാനിക് പാരാഗാംഗ്ലിയോമ. ഇത് നമുക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ ട്യൂമേഴ്സിൽ നിന്ന് നമ്മൾ ബയോപ്സി ചെയ്യാറില്ല, കാരണം ഇതിന് വളരെയധികം ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട്. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ പ്യുവർലി സർജിക്കലാണ്. ഇതിന് മെഡിക്കൽ മാനേജ്മെൻ്റ് ഇല്ല. അപ്പോൾ ഐദർ എൻഡോസ്കോപ്പിക്കലി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി ഈ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്.